കല്യാണത്തിന് ശേഷമുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അനുമോള് തൻ്റെ ഫാമിലിയായിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഫോട്ടോ പോലെ. സോ ഇതിപ്പോൾ ഉണ്ടെങ്കിൽ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോയെ കണ്ടില്ലേ, അനുമോൾ അച്ഛനുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കസാരയിൽ കാലും കയറ്റി ഇരിക്കുകയാണ്, മേഡ് ഷോവനിസ്റ്റ് കളിക്കുക എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് അനുമോളും അമ്മയൊക്കെ പറഞ്ഞു കൊടുക്കണം, പണ്ടത്തെ കാലമല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ഇതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ആ അനുമോളൊരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു, താൻ തൻ്റെ പണി നോക്കി പോകുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്തായിരുന്നാലും ശരി, ഇതിന് മറുപടി എന്നുള്ള രീതിയിൽ ഇയാൾ വന്നിട്ടുണ്ട്. എനിക്കുണ്ടെങ്കിൽ അനുമോളെ പോലെ ഇതാണെങ്കിൽ ഇതിൻ്റെ ജോലി മാത്രമല്ല ഉള്ളത്, എനിക്കുണ്ടെങ്കിൽ സൈഡായിട്ട് ഞാൻ വേറെ ജോലിയൊക്കെ ചെയ്ത് അതിൽ നിന്നാണ് പൈസ ഉണ്ടാക്കുന്നത്, അല്ലാതെ യൂട്യൂബ് ഇതിനകത്തുള്ളത് വരുമാനം മാത്രമല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ഇത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ ഇയാളുടെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലുണ്ടെങ്കിൽ ഹാക്കായി പോയിട്ടുണ്ടായിരുന്നു. സോ പിന്നെ ഉണ്ടെങ്കിൽ ഇയാൾ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അനുമോളുണ്ടെങ്കിൽ മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കാൻ വേണ്ടി ഇത് ചെയ്തതാണ്, എൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ പൂട്ടിച്ചത് അനുമോളാണ്, ആൾക്കാരെ ഇറക്കിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഒരുപാട് രീതിയിലുണ്ടെങ്കിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഇനി മറുപടി എന്നുള്ള രീതിയിൽ അനുമോളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത് കണക്ക് അവൻ്റെ സൈഡിൽ നോക്കി അവനൊരു ഫേമസ് ആവാൻ വേണ്ടി ഇതിന് ചെറിയൊരു കാര്യം എടുത്ത് വലിച്ചു വാരി പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ആ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അവൻ്റെ കുറച്ച് ഫേമസ് ആവാൻ വേണ്ടി എന്തോ ചെയ്യുന്ന ഒരു ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്.